have our last student presenter, Srinath K. from GVHSS Iriyanni, Kasaragod. He will be presenting on the topic Cocoon Design, Evaluation and Ethical Implications of a Privacy-Focused AI Elder Care System. I warmly invite Srinath to begin his presentation. Good afternoon, everyone. Myself, Srinath. I am from Kasaragod. I am representing Kasaragod Education District. I am studying at GVHS Iriyanni. And I am here to showcase my startup or a product idea that is Cocoon. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളും അതേപോലെ തന്നെ ഒരുപാട് നമ്മൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴും ഒരുപാട് ഡിഫിക്കൽട്ടീസ് നമ്മൾ ഫേസ് ചെയ്യുന്ന സിറ്റുവേഷനാണ്. അപ്പം നമ്മുടെ ഈ ഒരു ലോകം, ഈ ഒരു ടെക്നോളജി വേൾഡ് ഇങ്ങനെ റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ ഇന്ത്യത്തെ ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ നോക്കുമ്പം സ്റ്റാർട്ടപ്സിൻ്റെയും ബിസിനസ്സിൻ്റെയും ഈ ഒരു മേഖല അത്ര റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്യുന്നില്ല. അതിനെ പറ്റിയിട്ടും അതേപോലെ തന്നെ ആസ് ഐ മെൻഷൻ ഏർലിയർ എൻ്റെ പുതിയ സ്റ്റാർട്ടപ്പ് ഐഡിയ ഉണ്ട്, ദാറ്റ് ഇസ് Cocoon. അതുമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഇൻ ഡെപ്ത് ഓഫ് മീ, മൈ നെയിം ശ്രീനാഥ് കരിശ്ശേരി. ഐ ആം ദി ഫൗണ്ടർ ഓഫ് 3 startups, robotics enthusiast, electronics developer and an entrepreneur, and also you can say like I am a robotics trainer. I have handled 50+ workshops in all over Kerala and India. So Cocoon, privacy focused AI elder care system. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീട്ടിൽ പ്രായമായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോൺലിനെസ് ആണ് ഒന്നാമത്തെ പ്രശ്നം. അതേപോലെ തന്നെ ഇപ്പം പ്രായമാകുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരുന്നുണ്ട്. അതിലൊന്നാണ് ഈ അപസ്മാരം, സ്ട്രോക്ക് ഓർ ഹാർട്ട് അറ്റാക്സ്, അതേപോലെ ഇങ്ങനെ സ്പൈക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടാകുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പം അതിൽ നമ്മുടെ വീട്ടിലത്തെ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് എപ്പോഴും അവരുടെ അടുത്ത് തന്നെ നിൽക്കാൻ പറ്റത്തില്ല. ഈവൻ ദോ ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഗ്രാൻഡ് മദറിന് സീരിയസ് ആയിട്ടുള്ള ആ ഒരു ഡിസീസ് വരാനുള്ള കാരണം ഇത് തന്നെയാണ്. ആസ് മൈ പാരൻസ് ആർ വർക്കിംഗ് അബ്രോഡ് ആൻഡ് ഐ എം ഗോയിങ് ടു സ്കൂൾ, നമുക്ക് എപ്പോഴും അടുത്ത് നിൽക്കാൻ പറ്റത്തില്ല, അല്ലേ? അത് നമുക്ക് മാറ്റി വെക്കാനും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പം ആ ഒരു പ്രശ്നം, ആ ഒരു മാർക്കറ്റിനെയാണ് ഞാൻ അനലൈസ് ചെയ്തത്. ഇത് ഹെൽത്ത് കെയർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ആ ഒരു മാർജിൻ നോക്കുമ്പോൾ അവിടെ ഒരു വലിയൊരു ഗ്യാപ്പ് നമ്മുടെ ഗ്ലോബലി നമ്മൾ നോക്കുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സ്പൈക്ക് മൂവ്മെൻറ്റ്സ്, അവർ ചിലപ്പോൾ അപസ്മാരവും സ്ട്രോക്കും അതേപോലെ തന്നെ ഹാർട്ട് അറ്റാക്സ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വീഴും, അല്ലേ? നിങ്ങൾ തന്നെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ വീഴുന്നൊരു സിറ്റുവേഷനാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ അവിടെ ആ ഒരു സമയം മുതൽ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്ന ആ ഒരു ടൈം ഡ്യൂറേഷനെ പറഞ്ഞ പേരാണ് ദി ഗോൾഡൻ അവർ. ആ ഗോൾഡൻ അവറാണ് നമ്മൾ ഇവിടെ നിരീക്ഷിച്ചത്. അപ്പം അവിടെ നമ്മൾ ചെയ്യുന്ന പരമ്പരാഗതമായിട്ട് രീതിയിൽ നമ്മൾ ചെയ്യുന്ന സംഭവം എന്താ? ഹോം നേഴ്സിനെ വെക്കും. ലൈക്ക് വി വിൽ കോൾ എ ഹോം നേഴ്സ് ആൻഡ് ദേ വിൽ ടേക്ക് കെയർ ഓഫ് ദം, റൈറ്റ്? നമ്മൾ ചെയ്യുന്ന അത്രയും ഫ്രണ്ട്ലി ആയിട്ട് രീതിയിൽ ഒരു ഹോം നേഴ്സ് ചെയ്യും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോ, ദാറ്റ് ഈസ് വെയർ ടെക്നോളജി മീറ്റ്സ്. സോ ഐ ആം പ്രസൻറ്റിങ് Cocoon. അപ്പോൾ Cocoon എന്താണെന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ ഡിവൈസ് ആയിരിക്കും. അത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ റൂംസിൽ വെക്കും. അവിടെ അത് വയർലെസ്ലി നമ്മുടെ മൂവ്മെൻറ്റ്സും ഒക്കെ ക്യാപ്ചർ ചെയ്യും. ആ ക്യാപ്ചർ ചെയ്ത ഡാറ്റാസ് AI വെച്ച് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്ത് തരുമ്പോൾ അവിടെ സ്പൈക്ക് മൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ പെട്ടെന്നുള്ള വീഴ്ച, ബ്ലഡ് പ്രഷർ, അതൊക്കെ വയർലെസ്ലി അറിയാൻ പറ്റും. പെട്ടെന്നുള്ള വീഴ്ച മറ്റുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അലേർട്സ് യൂസിങ് MQTT പ്രോട്ടോകോൾസ് ആൻഡ് അതർ പ്രോട്ടോകോൾസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊക്കെ ഓൾറെഡി ഉള്ളൊരു ഐഡിയ അല്ലേ? ഉണ്ട്. യൂസിങ് ക്യാമറാസ് വെച്ചിട്ടുള്ള ഐഡിയാസ് ഓൾറെഡി ഉണ്ട്. സ്റ്റാർട്ടപ്സ് മേഖലയിലും ബിസിനസ് മേഖലയിലും ഓൾറെഡി ഉണ്ട്. പക്ഷേ വാട്ട്സ് ദ മെയിൻ തിങ്? എൻ്റെ കമ്പനി ആയിട്ടുള്ള Cocoon നിങ്ങളുടെ വീടുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിൽ ഒരു ക്യാമറ വെച്ചാൽ നിങ്ങൾ വാങ്ങിക്കോ? നോ, റൈറ്റ്? അവിടെ ഞാൻ ചിന്തിച്ചു, ആസ് മൈ എക്സ്പെർട്ടീസ് ഇൻ ഇലക്ട്രോണിക്സ്, ഞാൻ കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് ചിന്തിച്ചു. അവിടെ ഞാൻ ഒരു കൺക്ലൂഷനിലെത്തി. യൂസിങ് ഫിസിക്സ്, യൂസിങ് പ്യുവർ ഇലക്ട്രോണിക്സ്, ഐ ക്യാൻ കൺക്ലൂഡ് ദാറ്റ് നമുക്ക് യൂസിങ് റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ട്, മില്ലിമീറ്റർ റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ബോഡിയിലത്തെ സ്പൈക്ക് മൂവ്മെൻറ്റ്സ് ഒക്കെ ഡിറ്റക്ട് ചെയ്തിട്ട് അവർ വീണോ, താഴെ വീണോ, അതേപോലെ തന്നെ അവരുടെ ബ്ലഡ് പ്രഷർ എത്രയാണെന്നൊക്കെ നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അലേർട്ട് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ ബിഗ് ബൂം ഇൻ സ്റ്റാർട്ടപ്പ് ഹിസ്റ്ററി ആൻഡ് ദി ബിസിനസ്, ഐ മീൻ ഇൻ ദി ഗ്ലോബൽ ബിസിനസ് എൻവയോൺമെൻറ്റ്.
So that is what Cocoon already meant. As I already mentioned, നമ്മൾ MM waves ആണ് ഉപയോഗിക്കുന്നത്, അതായത് millimeter radio waves. So there is some already, there are some MM waves already there. അതിൻ്റെ എക്സാമ്പിൾ ആണ് 60 GHz of MM waves by DF robots. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, പ്രീമെയ്ഡ് ആയിട്ടുള്ള സെൻസേഴ്സ് ഉണ്ട്, ബട്ട് ദേ ആർ നോട്ട് മെഡിക്കലി ഫിറ്റ്. ഓക്കെ, സോ ആസ് എ MVP വേർഷൻ വി ക്യാൻ ഡു ദാറ്റ്. വി ക്യാൻ ടേക്ക് ദാറ്റ് ആൻഡ് അതൊരു ഡെമോ വേർഷൻ നമുക്ക് കാണിക്കാൻ പറ്റും. ആൻഡ് ESP32 എഡ്ജ് AI പ്രൈവസി ബൈ ഡിസൈൻ. ESP32 എന്ന് പറയുന്നത് ഒരു IoT ബേസ്ഡ് ഹാർഡ്വെയർ സിസ്റ്റം ആണ്. അതും ഒരു ചെറിയ തോതിൽ നമുക്ക് AI ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ആ ഗോൾഡൻ ഹവർ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് നന്നായിട്ട് തന്നെ കുറക്കാൻ പറ്റും. ആൾക്കാരുടെ ജീവൻ നമുക്ക് കുറച്ചും കൂടി അധികം രക്ഷപ്പെടുത്താൻ ചാൻസും കൂട്ടാൻ പറ്റും. ആൻഡ് വൈ Cocoon ഈസ് യൂണിക്? ആസ് ഐ സെഡ് ഏർലിയർ, പ്രൈവസി ലെസ്. നമ്മൾ അവിടെ ക്യാമറ അല്ല വിൽക്കുന്നത്, നമ്മൾ അവിടെ പ്രൈവസി ലെസ് ആയിട്ടുള്ള ഒരു ഹാർഡ്വെയർ ഡിവൈസാണ് വിൽക്കുന്നത്. ഞാൻ ഈ സ്റ്റാർട്ടപ്പ് മേഖലയിൽ 4 വർഷമായിട്ട് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. +2 പഠിക്കുന്നത്. ആ 4 കൊല്ലം ഞാൻ ഇൻറ്റൻസീവായിട്ട് റിസർച്ച് ചെയ്തിട്ട് ഒരുപാട് ഐഡിയാസ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ ഈ Cocoon വേണ്ടി 1.5 years മെനക്കെട്ടിട്ടുണ്ട്. സോ ഐ ക്യാൻ റിയലി സേ ദാറ്റ് ദിസ് വിൽ ബി എ കംപ്ലീറ്റ് ബൂം വിത്ത്. ഞാൻ മാത്രം പറയുന്നല്ല, എൻ്റെ മെൻറ്റേഴ്സ് എല്ലാവരുടെയും ഒരു അഭിപ്രായം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ക്യാമറ ലെസ്, പ്രൈവസി മോ, ആൻഡ് വി ക്യാൻ സേ ലൈക്ക് ടെക്നോളജി ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ ഇതിൽ നമുക്ക് ഒരു സ്റ്റാർട്ടപ്പ് ആകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഹാർഡ്വെയർ ഡിവൈസ് ഇംപ്ലിമെൻ്റ് ആക്കുമ്പോൾ ഒരുപാട് ഹാർഡ്വെയർ ടൂൾസ് നമ്മൾ ഇംപ്ലിമെൻ്റ് ആക്കേണ്ട ആവശ്യമുണ്ടാവും. അതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ MM വേവ് റഡാർ സിസ്റ്റം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ടൈനി മെഷീൻ ലേണിംഗ് സിസ്റ്റം, സെക്യൂർ അലേർട്സ്, വോയിസ് അസിസ്റ്റൻ്റ് ഒക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് ഒരു നമ്മുടെ നാട്ടിലത്തെ കാസർഗോഡ് സ്ലാങ്ങിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പക്കാ ടെക് സാധനം തന്നെ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. എന്തുകൊണ്ട് ഞാൻ ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പറഞ്ഞെന്താ വെച്ചാൽ, നമ്മൾ ഒരു ബിസിനസ് രീതിയിൽ ചിന്തിക്കുമ്പോൾ നമ്മൾ മാർക്കറ്റ് ഗ്യാപ്പാണ് ശ്രദ്ധിക്കുന്നത്. ഇതിൻ്റെ മാർജിൻ 100% ഫ്രീ ആണ്. ഇന്ത്യയിൽ എവിടെയും ഇതുവരെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. എന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. അതേപോലെ തന്നെ as my theme is entrepreneurship, innovation and social impact, entrepreneurship ആംഗിൾ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ബൾക്കായിട്ട് ഉണ്ടാക്കിയാൽ we can make it as a low cost product and മാർക്കറ്റ് ഫിറ്റ് ആയിരിക്കും. ഒരു സ്കേലബിൾ എൻറ്റിറ്റി ആയിട്ട് നമുക്കിത് മാറ്റാൻ പറ്റും. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് നമുക്ക് ഇവിടെ ഒന്നും കൂടി പറയാൻ പറ്റും. അതായത് ബിസിനസ് ഇൻ ഇന്ത്യ ഓർ സ്റ്റാർട്ടപ്സ് ഇൻ കേരള ഓർ സ്റ്റാർട്ടപ്സ് ഇൻ ഇന്ത്യ അത്ര റാപ്പിഡായിട്ട് അല്ല വളരുന്നത്. ഈ ടൈപ്സ് ഇന്നോവേഷൻ നമുക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അത് AI ഇംപ്ലിമെൻറ്റേഷനും നല്ലോണം അത്യാവശ്യത്തിലേറെ നമുക്ക് ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട്. സോഷ്യൽ ഇമ്പാക്റ്റ് ആയിട്ട് നമ്മൾ പറഞ്ഞ് ഇത്ര മാത്രമാണ്. നമ്മൾ എപ്പോഴും നമ്മൾ പരമ്പരാഗത രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന എന്താ, ഹോം നേഴ്സിനെ വെക്കും, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സിനോട് നിൽക്കാൻ പറയും. അവരുടെ അടുത്ത് നമ്മൾ ഗ്രാൻഡ് പാരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ ലൗഡ് വൺസിനായിട്ടുള്ള അടുത്ത് നമ്മൾ അവരോട് നിൽക്കാൻ പറയും. അവിടെ നമുക്ക് തന്നെ ഒരു വേവലാതിയാണ്. നിങ്ങൾ തന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ്. ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഒരാളുമായിട്ടോട് പറയുകയാണ്. ഹോം നേഴ്സ് എപ്പോഴും 24 മണിക്കൂർ അവരുടെ അടുത്ത് ഇത്ര കെയർ ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. റൈറ്റ്, അവിടെയാണ് ടെക്നോളജി മീറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ടെക്നോളജി ബ്ലെൻഡ്, ആ ഒരു AI ബ്ലെൻഡ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദിസ് വിൽ ബി എ ബൂം ഇൻ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് എൻവയോൺമെൻറ്റ്. ഫ്യൂച്ചർ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്ലഡ് പ്രഷർ, BP ആൻഡ് ഹ്യൂമൻ ഫോൾ ഡിറ്റക്ഷൻ ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം. അതേപോലെ തന്നെ മൾട്ടി സെൻസർ ഇൻ്റഗ്രേഷൻ, ഈ 2 കാര്യമല്ലാതെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെൻസർ ഇൻ്റഗ്രേഷനും കൂടി നമുക്ക് ഇംപ്ലിമെൻ്റ് ആക്കിയാൽ ദിസ് വിൽ ബി എ ബൂം ഫോർ ഷുവർ. ആൻഡ് that part of now and extras also like നമ്മൾ ഇതിലേക്ക് AI കൂടി ഇംപ്ലിമെൻ്റ് ആക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അത്ര റാപ്പിഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണെന്നുണ്ടെങ്കിൽ ബിസിനസ് മേഖല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്ര റാപ്പിഡ് അല്ല. അപ്പോൾ AI ഉപയോഗിക്കുന്നതുകൊണ്ട് എന്താണ് ഒരു പ്രശ്നമുള്ളത്? കുറച്ച് ആൾക്ക് അവകാശപ്പെടുന്നത് എന്താ വെച്ചാൽ AI റാപ്പിഡായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. അത്രയ്ക്ക് ഡീപ്പായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ലൈക്ക് നമ്മൾ തന്നെ ലേസിനെസ് ഫീൽ ചെയ്യും. എൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ല. നമ്മൾ AI 100% യൂസ് ചെയ്യണം. ലാസ്റ്റ് നമുക്കൊരു 2-3 വർക്ക്സ് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും എന്താ, നമ്മൾ AI-നെയും കാട്ടി അധികം ബുദ്ധി പ്രയോഗിക്കേണ്ട അവസ്ഥ വരും. അവിടെയാണ് മനുഷ്യന്മാർ അധികം ചിന്തിക്കുന്നത്. AI വെറുതെ ഉണ്ടായി വന്നതല്ല. ആസ് യു ഓൾ നോ, AI ഈസ് എ ക്രിയേഷൻ ഓഫ് ഹ്യൂമൻ ബീങ്സ്. ഹ്യൂമൻ തന്നെയാണ് അത് ഉണ്ടാക്കിയത്. അപ്പോൾ ഹ്യൂമൻ AI-നെയും കാട്ടി ഇതിന് ചിന്തിക്കാൻ ശേഷിയുള്ളവനാണ്, ചിന്തിക്കും. AI നമ്മുടെ എല്ലാ വർക്ക്സും ഉപയോഗിക്കുന്ന അവസ്ഥ വരുമ്പോൾ
നമ്മൾ എഐനെയും കാട്ടി ചിന്തിക്കേണ്ട ആ ഒരു സാഹചര്യം വരും. That is what AI mean to us, and that is what Cocoon in entrepreneurship രീതിയിൽ നമ്മൾ അങ്ങനെയാണ് ചിന്തിക്കുന്നത്, and part of innovation, and this is what Cocoon really stands in social impact. And thank you. Congratulations, Srinath, the great entrepreneur. Cocoon, it's really interesting project. As Kerala is facing much challenges in geriatric care, you've designed, you've touched millions of lives. And in this, you've shared the golden hour management, and your project is unique. Now, all these 4 years of work and all these 4 years of commitment and mentorship helped you to come to a final product. And what are the support systems and environment that we can give, that we can offer to young entrepreneurs? Basically, there is a ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. അതായത് ഇത് ഞാൻ തന്നെ ഫേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഓൺട്രപ്രണർഷിപ്പ് മേഖലയിൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റുഡൻസിന് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റിയ സ്ഥലം ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടാവും അല്ലേ? ഈവൻ ദോ ഞാൻ റീസെൻ്റായിട്ട് എൻ്റെ സ്റ്റുഡൻ്റ് ഉണ്ട്, ഞാൻ വർക്ക്ഷോപ്സും ഓൺലൈൻ ക്ലാസ്സിലും നടത്തുന്ന ഒരു വ്യക്തിയാണ്. അപ്പം എൻ്റെ സ്റ്റുഡൻറ്റിന് സ്കൂളിൽ നിന്ന് ഒരു ലാപ്ടോപ്പ് കൊടുക്കാൻ അവൻ്റെ ടീച്ചറോട് പെർമിഷൻ ചോദിച്ചാൽ പുറത്തേക്ക് കൊടുക്കാൻ പറ്റത്തില്ല, അത് സ്കൂളിൽ തന്നെ ഇരുന്ന് വർക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് വർക്ക് സ്പേസ് ആണ്. നമുക്ക് വേണമെങ്കിൽ നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡാക്കാം മാം, നല്ലൊരു വർക്ക് സ്പേസ് ഉണ്ടാക്കാം. അങ്ങനെയാണ് ഓരോ എൻ്റർപ്രണർഷിപ്പ് മൈൻഡ്സിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ ഓരോ ഇങ്ങനെ സമ്മിറ്റ്സ്, ലൈക്ക് ഇതിപ്പോൾ നല്ലൊരു കോൺഫറൻസ് ഏരിയ ആണ്, ഇവിടെ എത്രയോ ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള പീപ്പിൾസ് ഉണ്ടാവും. ഇറ്റ്സ് നൈസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇവിടെയും കുട്ടികൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഈവൻ എൻ്റെ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള മൈവാർഡ് എന്ന് പറയുന്ന സ്റ്റാർട്ടപ്പ് വാർഡുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ആപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അത് ടാൽഡ്രോപ്പ് എന്ന് പറയുന്ന ഒരു എക്കോ സിസ്റ്റത്തിൻ്റെ അണ്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. സോ ടാൽഡ്രോപ്പ് ഈസ് മേക്കിംഗ് ദാറ്റ് ഈസ് എ പ്രൈവറ്റ് ഫേം, റൈറ്റ്? അപ്പോൾ അവർ കുറേ വർക്ക് സ്പേസ് ഉണ്ടാക്കുന്നുണ്ട്. സോ വൈ നോട്ട് ഗവൺമെൻറ്? അസാബ് കമ്മ്യൂണിറ്റി ഉണ്ട്, നമ്മുടെ റോബോട്ടിക്സിൻ്റെ ലാബ് അസാബ് കമ്മ്യൂണിറ്റിയിലാണ് ഉള്ളത്. പക്ഷെ അതിൽ ലിമിറ്റഡ് ആണ്, 1, 2, 3 സ്പേസസ് മാത്രമേ ഉള്ളൂ. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പക്ഷേ അതിലേക്ക് എത്തിപ്പെടാനാണ് പ്രശ്നം. വർക്ക് സ്പേസ് കൊടുക്കുക, ഇങ്ങനത്തെ കമ്മ്യൂണിറ്റി ഇവൻറ്റ്സ് നടത്തുക, ദേ വിൽ ഗോ. അങ്ങനെയാണ് സംഭവം. Thank you. Yeah. And what are the measures that we can adopt to encourage student-led projects that combine technical expertise with civic and social responsibility, like you? Basically, I didn't get you. Like, is it clear? no, once more. Yeah. Okay. What measures can be adopted to encourage student-led projects? Led projects. Students yeah, leading the projects Yeah. that combine technical expertise with civic and social responsibility. So, my means is like student like projects എങ്ങനെയാണ് റിയൽ ലൈഫ് പ്രൊജക്റ്റ് ട്രാൻസ്ഫോം ചെയ്യാന്നാണോ? Yeah. What are the measures that we can adopt? Okay. So, as you all know, നമ്മുടെ നാട്ടിലത്തെ എല്ലാ സ്റ്റാർട്ടപ്പ് ഐഡിയകളും വന്നത് ഒരു ചെറിയൊരു ഹോബി പ്രൊജക്റ്റിൽ നിന്നാണ്. എൻ്റെ നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള മൈവാർഡ് വന്നത് ഒരു ക്ലൈം പ്രൊജക്റ്റിൽ നിന്നാണ്. അപ്പം അതിനെങ്ങനെ റിയൽ ലൈഫായിട്ടുള്ള പ്രൊജക്റ്റിലേക്ക് മാറ്റാം, അത് സോഷ്യലി എങ്ങനെ അഡാപ്റ്റ് ആയിട്ട് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിനെ പിച്ച് ചെയ്യാന്ന് വെച്ചാൽ ദാറ്റ്സ് കൈൻഡ് ഓഫ് എ ഇമ്മൻസ് പ്രോസസ്. ലൈക്ക് വി നീഡ് ഫണ്ടിങ് ആൻഡ് വി നീഡ് കൈൻഡ് ഓഫ് എ കമ്മ്യൂണിറ്റി. അതാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്, ഇഫ് യു ഹാവ് ഗുഡ് കമ്മ്യൂണിറ്റി വി വിൽ ഫൈൻഡ് ലൈക്ക് മൈൻഡഡ് പീപ്പിൾസ്. അതായത് നമ്മുടെ ഒരു ആപ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഹാർഡ് പ്രൊഡക്റ്റ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അതിനൊരു ഡെവലപ്പറിൻ്റെ ആവശ്യമാണ്, അതിനൊരു ഡിസൈനറിൻ്റെ ആവശ്യമാണ്. അതിന് വെറുതെ ഗൂഗിളിൽ തപ്പി കിട്ടത്തില്ല, അതിനു വേണ്ടി നമുക്ക് കമ്മ്യൂണിറ്റി വേണം. ദാറ്റ് ഈസ് ഹൗ വി വിൽ convert that small hobby project into real life project, and that will turn into a startup or being a big MNCs or what. Yes ma'am. Thank you, Srinath. Yes, thank you so much. Thank you everyone.